ഭാഗമായ ഇടതുമുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എല്ലാ സ്ഥലങ്ങളിലും പിണറായി വിജയൻ്റെ ഫോട്ടോയും ഫ്ലക്സുകളാണ് കൂടുതലും നിറഞ്ഞു നിന്നിരുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയ മന്ത്രിമാരിൽ ഒരാളാണ് ശൈലജ ടീച്ചർ. എന്തുകൊണ്ട് ഈ ഇടതുപക്ഷം ഇത്രയും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ മുഖം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴാ ചർച്ചകൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ? എനിക്ക് ഇതൊക്കെ അവിടെ ആ റിവ്യൂ നടക്കുമ്പോൾ, ബ്രാഞ്ച് തലം മുതലുള്ള റിവ്യൂ നടക്കുമ്പോൾ അവിടെ റിവ്യൂ ചെയ്ത് വരേണ്ട ഒരു വിഷയമാണിത്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ആ ഒരു വിഷയം ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്, അതിനുള്ളൊരു ഈ സമയത്ത് അതല്ല ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കിവിടെ ഇപ്പോൾ എന്താ വേണ്ടത്? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട്, ഒരു വലിയ ഭൂരിപക്ഷമുണ്ട്. അതിനനുസരിച്ച് അവരൊരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ട് ഒരു പുതിയ ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതാണ് ചെയ്യേണ്ടതും. ജൂലൈ 1 ജി പ്രാബല്യത്തിൽ വരികയാണ്. അതിവേഗമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ജി അതായത് ഈ തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ പരിപൂർണമായി തകർത്തുകൊണ്ടാണ് ഈ പുതിയ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയമത്തിൽ തന്നെ ഇത് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് 60-40 അനുപാതത്തിൽ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 60% സെൻട്രൽ ഗവൺമെൻറ്, 60% സെൻട്രൽ ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും കണ്ടെത്തണം ഇതിനു വേണ്ടിയുള്ള ഫണ്ടെന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതുവരെയും ആരും ചർച്ച ചെയ്യാതെ, ഏറെ ചർച്ച ചെയ്യപ്പെടാതെ പോയ, എന്നാൽ അതിഗൗരവമായ മറ്റൊരു അട്ടിമറി നടക്കുന്നുണ്ട് ഈ നിയമം വഴിയായി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തുകളുടെ അധികാരം, ആ അധികാരത്തെ കവർന്നെടുക്കുന്നു. ആരാണ് ഇത്രകാലം ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി തൊഴിലുറപ്പ് നിയമത്തിൻ്റെ കീഴിൽ എന്ത് തൊഴിൽ എപ്പോൾ എവിടെ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതത് പഞ്ചായത്തുകൾക്കായിരുന്നു. ആ പഞ്ചായത്തിൻ്റെ അവകാശത്തെ അട്ടിമറിച്ചുകൊണ്ടാണ്, ആ അവകാശത്തെ കൂടി കവർന്നെടുത്തുകൊണ്ടാണ് അത് ഒരു കേന്ദ്രീകൃതമാക്കിക്കൊണ്ട്, കേന്ദ്രത്തിൽ കേന്ദ്രം കവർന്നെടുത്തുകൊണ്ട് കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് പഞ്ചായത്തുകളെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദുർബലപ്പെടുത്തുന്ന, പഞ്ചായത്തി രാജ് സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണിത്. അപ്പോൾ ജൂലൈ 1 മുതൽ വരുന്നു, നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ആർക്ക് എന്തു തൊഴിൽ, എത്ര പേർക്ക് തൊഴിൽ, എവിടെ തൊഴിൽ, ഈ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുഴുവനുള്ള അത് തീരുമാനിക്കുന്നത് അത് കേന്ദ്രമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും തൊഴിൽ, ഇതിൽ ജോബ് കാർഡുള്ള, തൊഴിൽ കാർഡുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും തൊഴിൽ ലഭിക്കുമെന്നോ അല്ലെങ്കിൽ പകുതി കുടുംബങ്ങൾക്കെങ്കിലും തൊഴിൽ ലഭിക്കുമെന്നോ ഉള്ള യാതൊരു വിധത്തിലുള്ള പേരിൻ്റെ അകത്ത് ഗ്യാരണ്ടി ഉണ്ടെങ്കിലും നടക്കാൻ പോകുന്ന ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത സംഭവമാണ്. ഇതിനെ അതിശക്തമായി CPI എതിർക്കുകയാണ്. ഇത് പഞ്ചായത്തുകളുടെ അധികാരത്തെ കവർന്നെടുക്കുന്നു എന്നതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഒരു ഉപജീവന മാർഗമായി ഒരു കൈത്താങ്ങായി കണ്ടിരുന്ന ഈ നിയമം അത് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഉപജീവനത്തെ പോലും പറിച്ചെടുക്കുന്ന ഒരു നീക്കമാണിത്. ഇതിനെ ശക്തിയായി അപലപിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് CPI എന്ന ഞങ്ങളുടെ പാർട്ടി ഈ സെപ്റ്റംബർ 28 തീയതി ഡൽഹിയിലെ ഒരു വലിയ മാർച്ച് ഈ വിഷയങ്ങളെല്ലാം എടുത്തുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 6 മുതൽ 15 വരെ, ഈ വരുന്ന ഓഗസ്റ്റ് 6 മുതൽ 15 വരെ ഈ മാർച്ചിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായി ഇത്തരം വിഷയങ്ങളൊക്കെ താഴെ തട്ടിൽ വരെ ചെന്ന് ഗ്രാമങ്ങളിലൂടെ പോയി ആളുകളോട് സംസാരിച്ച് ആളുകളുടെ പിന്തുണ ഈ വിഷയങ്ങൾ, തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ SIR-ൻ്റെ എന്താണ്, വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വോട്ടവകാശമില്ലാത്തവരാരും ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പൗരർ അല്ലാത്തത് കൊണ്ട് അവരുടെ മക്കൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ, അവർക്ക് ആരോഗ്യ സംരക്ഷണം, ഇതുപോലുള്ള ഒരു അവകാശങ്ങളും ഇതുവരെ ലഭിച്ചിരുന്ന അവകാശങ്ങളും ലഭിക്കാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞ് അതിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഈ വനിതാ സംവരണം എന്ന് പറഞ്ഞ്, വനിതാ സംവരണം 17 തീയതി പ്രൈം മിനിസ്റ്റർ രാജ്യത്തോട് നടത്തിയ പ്രസംഗം, അത് വൺ ഓഫ് ദി മോസ്റ്റ് ഡിസോണസ്റ്റ് അഡ്രസ്സായിരുന്നു. രാജ്യത്തെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചതായിരുന്നു. കാരണം അതിലൊന്നും പറയുന്നത് എന്താണ്, സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു, അത് ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് ഈ പാർലമെൻറ്റിൽ 1000 സീറ്റ് ആക്കിയാലും അതിൽ 33% ഉള്ളൂ സ്ത്രീകൾക്ക്. അതാണ് നിയമം പാസ്സാക്കി വെച്ചിരിക്കുന്നത്.